മാർട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാവട്ടെ ഇത്. അതെ അതെ ശരിയാട്ടോ. കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന് ഇവിടെ വന്നു ചിലപ്പോ ഫോൺ വിളിക്കുന്നതും അങ്ങനെയൊക്കെ. കാരണം ഈ വൈറ്റ് ഒരു ചെറിയ സന്ധ്യ കഴിഞ്ഞാൽ പോലും ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് തോന്നും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടൊരു താരം കൂടിയാണ്. അതെങ്ങനെയാണ് താരമായത്, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വീടാണ്. ക്രേസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പുതിയകാവിലേക്കാണ്. പുതിയകാവില് എൻ്റെ പ്രിയ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ രണ്ട് കൂട്ടുകാരാണ് മാർട്ടിനും ലിൻസിയും. ഒരുപാട് വർഷത്തെ പരിചയമാണ് അവരുമായിട്ടുള്ളത്. അവരുടെ നല്ല മനോഹരമായൊരു ചെടിത്തോട്ടമുണ്ട്. ഈ ചെടിത്തോട്ടത്തെ ഒന്ന് എല്ലാവരെയും കാണിക്കണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് കുറച്ച് നാളായി എങ്കിലും ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അകത്തേക്ക് പോകാം. അപ്പൊ നമുക്ക് ലിൻസിനെ മാർട്ടിനെ ഒന്ന് വിളിച്ചു നോക്കാം. ലിൻസി, വാ. അപ്പൊ ഇതാണ് എൻ്റെ കൂട്ടുകാര് ലിൻസിയും മാർട്ടിനും. അപ്പൊ മാർട്ടിനും ലിൻസിക്കും ഞങ്ങളുടെ ക്രേസി ഗാർഡനിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മാർട്ടിൻ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. 10-25 വർഷത്തെ മുമ്പുള്ള തുടങ്ങിയതാണ്. നമ്മുടെ മാരാജ് കോളേജ് കാലഘട്ടം തൊട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അന്നോട്ടുള്ളൊരു ബന്ധമാണ്. അതിനുശേഷം ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഞാനും ലിൻസി റീനയുടെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ട്സിൽ ഒരാളും കൂടിയാണ് ലിൻസി. ഇന്ന് ഞങ്ങളെ കുടുംബമായിട്ടും വളരെ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലിയാണ്. ഫാമിലിയായിട്ട് ഇടയ്ക്ക് ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകാറുണ്ട്. വളരെ ഏകദേശം അടുത്തുമാണ്. മുളന്തുരുത്തി ഇവിടെ വലിയ ദൂരമൊന്നുമില്ല. അപ്പം വളരെ നന്നായിട്ട് ഞങ്ങൾ ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു. ക്രേസി ഗാർഡനിങ്ങിന്റെ ഈ എപ്പിസോഡുകളൊക്കെ ഞാൻ കാണാറുണ്ട്. വളരെ നന്നാകുന്നുണ്ട്. വളരെയധികം ഗുണപ്രദമാണ്. അപ്പം അതിനെല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ഞാൻ നേരുന്നു ലിൻസിയോടൊപ്പം. അപ്പൊ ലിൻസിയാണ് ഇന്ന് ഈ ചെടികളെയൊക്കെ കാണിക്കാനായിട്ട് നമ്മുടെ കൂടെ വരുന്നത്. ലിൻസിയാണ് ശരിക്കും ഈ ചെടിയുടെയൊക്കെ എന്താ പറയാ പരിചരണം ഒക്കെ വളരെ നന്നായിട്ട് നോക്കി നടത്തുവാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ. പിന്നെ പല കളക്ഷനും ഒക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. ഇവരുടെ കളക്ഷനിൽ നിന്നും റീനയുടെ കളക്ഷനിൽ നിന്നും കുറെ ഇവിടെ ഉണ്ട്. അപ്പൊ വളരെ നന്നായിട്ട് തന്നെ അത് പരിചരിച്ചു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്യും. ഓക്കെ, താങ്ക് യു. ലിൻസി, അപ്പൊ നമ്മുടെ ഈ ചെടിത്തോട്ടം നമ്മുടെ ക്രേസി ഗാർഡനിങ്ങിനെ ഒന്ന് കാണിക്കാൻ പോവാണ്. അപ്പൊ റെഡിയല്ലേ? അപ്പൊ നമുക്ക് ആ ചെടിയുടെ എടുത്തിട്ട് പോവാം. നല്ല രസമുള്ളൊരു ചെടി. ഇതെന്ന് വെച്ചാലേ എന്റെ വീട്ടില് ഇടുക്കിയിലാണ് എന്റെ വീട് കേട്ടാ. ഇടുക്കിയിൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഉണ്ടാവേ ഇങ്ങനത്തെ ചെടികൾ. പണ്ടൊക്കെ നമ്മൾ പോകുമ്പോഴോ ചെറിയ കാണുമ്പോ, പക്ഷെ എനിക്ക് ഈ ഗാർഡനുള്ള ചെറിയ സ്നേഹം അങ്ങനെയൊക്കെ വന്നപ്പോ ഇത് കുറച്ച്, പക്ഷെ പല പ്രാവശ്യം കൊണ്ട് വെച്ചിട്ട് പിടിച്ചില്ല. ഇപ്പൊ എല്ലാ പല വീടുകളിലും ഉണ്ട്. പേര് അങ്ങനെ ഇപ്പൊ വെച്ചിട്ട് 5 വർഷത്തോളമായി. ഇത്ര ഹൈറ്റിൽ വന്ന് കഴിഞ്ഞപ്പോ നിറയെ പൂവായി. എനിക്ക് തോന്നുന്നു ഇത് നിലത്ത് നട്ടുകൊണ്ടായിരിക്കും ഇത്രയും പൂക്കൾ എന്നല്ലേ. പക്ഷെ നല്ല ഭംഗിയാ കാണാനായിട്ട്. നല്ല അതുപോലെ തന്നെയല്ല, നല്ല ഡാർക്കും ആണ്. നമ്മള് സാധാരണ ചട്ടിയിൽ നിൽക്കുമ്പോ ഇത്രോടെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരാറുണ്ട്. പക്ഷെ ഇത് നല്ല ഡാർക്കും ആണ്, നിറച്ച് പൂക്കളും ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. എന്നാലും ഞാൻ വന്നപ്പോഴും അതെ, ഇത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചതാണ് ഒരു വീഡിയോ എടുക്കണം, എന്തായാലും ഇത്രയും പൂക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. നല്ലപോലെ നനവ് നല്ലതായിട്ട് ഹൈറേഞ്ചിലൊക്കെ നല്ല നനവും തണുപ്പുണ്ട്. തണുപ്പുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ
അതുപോലെ അവിടെ ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു ചെടിയുണ്ട് അല്ലേ, അത് ഞാൻ നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെയാണ് വെച്ചിട്ടുണ്ട്. അവിടെ അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ല റെഡ് ഒരു ഫ്ലവർ. ഇത് ശരിക്കും പറഞ്ഞാല് നമുക്കിവിടെ അത്ര അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. ഇത് ഏത് ചെടിയെന്ന് അറിയാം ലിൻസി? പോയിൻസിറ്റ എന്നാണ് ഇതിന്റെ പേര്. ഇത് നമ്മുടെ നാടൻ പോയിൻസിറ്റകള് നന്നായിട്ട് പിടിക്കും. മറ്റതും പിടിക്കും, പക്ഷെ അതിന്റെ ഈ കളറ് ചിലപ്പോ ഉണ്ടായിരുന്നു വരില്ല. ഇത് ശരിക്കും ക്രിസ്മസ് ആകുമ്പോഴേക്കും ഈ ഇലകളുടെ ആ തുമ്പ് ഭാഗത്തുള്ളത് മുഴുവനും ആ ഇലകൾ ഇങ്ങനെ ചോപ്പായി മാറും. നല്ല രസമാണ് ശരിക്കും കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. അപ്പൊ ഞാനൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ ചോപ്പ് പോലെ ഒരു വൈറ്റ് അവിടെ നിൽക്കുന്നത്. അയ്യോ അതെന്തൊരു ഭംഗിയാ കാണാനായിട്ട്, അത് നമുക്ക് കാണാം. ഓ ഇതെനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കളറ്, നല്ലൊരു അതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ. ക്രീമും അതുപോലെ ഗ്രീനും കൂടി ചേർന്ന നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നോക്കിക്കേ, സൂപ്പർ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാൻ ഒരു റീന ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ റീന ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോ ഇതിന്റെ പിങ്ക്, ഇതിന് ഈ ഒരു ക്രീമിനും പകരം നല്ലൊരു പിങ്ക്, അത് നല്ല ഭംഗിയായിരുന്നു. കാരണം ഈ ചെടി തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കാണാൻ. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോൾ പത്തനംതിട്ട ആ സൈഡിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഹൈറോപ്പൽ എന്നാണ് ഇത് പറയുന്നത്. ഇതിനകത്തൊരു 7 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു 5 കളറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വീണ്ടും ഒരു 7 കളർ വരെ ആയിട്ടുണ്ട്. ഇത് വളരെ ഭംഗിയായി. കുറച്ചിൻ്റെ പൂ പോയതാട്ടോ, നിറയെ ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നതാണ് ഈ. മാർട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാവട്ടെ ഇത്. അതെ അതെ ശരിയാട്ടോ. കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഇവിടെ വന്നു ചിലപ്പോൾ ഫോൺ വിളിക്കുന്നതും അങ്ങനെയൊക്കെ. കാരണം ഈ വൈറ്റ് ഒരു ചെറിയ സന്ധ്യ കഴിഞ്ഞാൽ പോലും ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് തോന്നുന്നേ. ഇങ്ങനെ ഈ വൈറ്റ് ഇങ്ങനെ ചെറിയൊരു മുല്ലപ്പൂവിന്റെ ഇതാണ് തോന്നുന്നതെങ്കിലും ആ കാണുമ്പോൾ നല്ല രസം. എന്തൊരു പേര് പറഞ്ഞു? നക്ഷത്രമുല്ല എന്ന് എന്താ പറയുക അറിയപ്പെടുന്നത്. പക്ഷെ ഇത് ഇതുപോലത്തെ 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം അവിടെ ഉണ്ട്, ഒരെണ്ണം ഇപ്പുറത്തും ഉണ്ട്. പേര് കറക്റ്റ് ആണോന്നും അറിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ നക്ഷത്രമുല്ല എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു, കുറച്ച് പോയതാണ്. അതെ അതെ അതെ. ലിൻസിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇത്. സാധാരണ ചെടിയാണ്, ചെത്തിയാണ്. പക്ഷെ ഇതല്ലായിരുന്നു ഇവിടുത്തെ ചെത്തി, വലിയൊരു ചെത്തിയായിരുന്നു. അത് പോയിട്ട് പിന്നെ രണ്ടാമത് ലിൻസി നന്നായിട്ട് പരിചരിച്ചു കൊണ്ടുവന്നതാണ്. അതെ അതെ. ഇതിന്റെ 3 കളർ ഉണ്ടായിരുന്നു ഇവിടെ. ഒരു പിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വൈറ്റ് പോലത്തെ ഒരു കളർ, പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു കളർ ഉണ്ടായിരുന്നു. ഒരു പിങ്ക് അവിടെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെത്തി വേറെ അവിടെയും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി, എങ്ങനെയോ പോയി. പക്ഷെ ഇതിൽ പൂവായി വരുന്നേ ഉള്ളൂ. ഭയങ്കര ഭംഗിയാണിത്. എല്ലാവരും നോക്കി നിൽക്കും ഇവിടെ വരുമ്പോൾ. കാരണം ഞാനിപ്പോൾ ഇത് പതിയെ പോയതായിരുന്നു, പതിയെ നനച്ചും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല മുട്ടിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഭംഗിയാണ് കാണാനൊക്കെ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടൊരു താരം കൂടിയാണ്. അതെങ്ങനെയാണ് താരമായത്? സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വീടാണ്. 5 വർഷം മുമ്പ്, 6 വർഷം മുമ്പ് ഒരു പ്രണയകഥ എന്ന് പറഞ്ഞ ഒരു മൂവി, ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് ഓൺലി എന്ന് പറഞ്ഞ കൈരളിയിൽ പ്രോഗ്രാം ഒക്കെ എടുത്തത്. പുള്ളിയായിരുന്ന നായകൻ. സുവർണ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു നായിക. പിന്നെ താര കല്യാൺ അവരുടെ അമ്മുമ്മ,
ഈ അടുത്ത് മരിച്ചത്. അവരൊക്കെ വന്നിട്ട് ഇവിടെ അഭിനയിച്ചാണ്. ഏകദേശം ഒരു 10-20 ദിവസം അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശ്രീനിവാസന്റെ ആക്ച്വലി എന്ന് പറഞ്ഞൊരു പടം, പിന്നെ രമേശ് പിഷാരടി ഇവിടെ വന്ന് റൂഫിന്റെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ട് ഇവിടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവിടെ നിന്നേ ഒരു സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ രസമാണ്. ഇത്രയും ഗ്യാപ്പും ഉണ്ട്. അപ്പൊ ആ വീടിന്റെ ഒരു ഇത് എല്ലാം കിട്ടുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പൊ സിനിമയില് അഭിനയിച്ച വീടാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അവിടുത്തെ ചെടികളും വീടും എല്ലാം. എന്തായാലും വളരെ സന്തോഷം. ഇവിടെ ഞങ്ങൾ പണ്ട് ഈ ബോഗൻവില്ല ചട്ടികളായിരുന്നു കേട്ടോ ഇവിടെ വെച്ചിരുന്നത്. പക്ഷേ പിന്നെ ഇപ്പം ഇത് അവിടുന്ന് നിന്ന് മാറ്റി ഞാൻ ഇവിടുത്തെ ഈ ലീഫ് കാണാൻ നല്ല ഭംഗിയല്ലേ, കാരണം കുറച്ചത് തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാനായിട്ട്. അപ്പൊ മാറ്റിന് ഇത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങൾ ഇത് വെച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പ്ലാനിലല്ലായിരുന്നു, തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഐഡിയ ആണ്. ഇപ്പൊ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട്. നിറയെ ബോഗൻവില്ലയായിരുന്നു ഇതിന്റെ റൗണ്ടിൽ ഞങ്ങൾ വെച്ചിരുന്നത്. ഇപ്പൊ പിന്നെ മാറ്റിന് ഇത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ ചട്ടിയിലോട്ട് മാറ്റി കുറച്ച് പേര് ഇങ്ങനെ റൗണ്ടില് ഇത് പിടിപ്പിച്ചേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? അതെ, ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. ഇതൊരു വെറൈറ്റി ചെടിയാണ്, അഡീനിയം. ഇതിനകത്തൊരു 7 തരത്തിലുള്ള പൂക്കളാണുള്ളത്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. സിംഗിൾ പെറ്റല്, ഡബിൾ പെറ്റല്, അങ്ങനെ പിങ്കിന്റെ തന്നെ പല പല ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ? ഇത് ഒത്തിരി വർഷം പഴക്കം. നല്ലൊരു ബോൺസായി ആയിട്ട് അത് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. കാരണം ഇത്രയും വെറൈറ്റി ഫ്ലവർ ഒരു ചെടിയിൽ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ അഡീനിയത്തില്, ബോഗൻവില്ലകളിലൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഹൈബ്രിഡ് ഇനങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയായി. അതിന്റെ റെഡ് നോക്കിയേ, ഇതിന്റെ റെഡ് ഇതിന് ഭയങ്കര ഇഷ്ടാട്ടോ ഈ കളർ, നല്ല റെഡിഷ്. അതെ, ഇത് വേറൊരു അഡീനിയം കൂടി ഇവിടെ ഉണ്ട്. റെഡ് ആണ് ശരിക്കും, നല്ല ബ്രൈറ്റ് റെഡ് ആണ് അല്ലെ? നല്ല. ഇതും അതുപോലെ തന്നെ ഒരു ബോൺസായി ആയിട്ട് നിൽക്കുകയാണ്. 10 വർഷത്തോളം പഴക്കമുള്ള ഒരു ചെടിയാണ്. പൂക്കള് കാണാൻ നല്ല ഭംഗി. ലിൻസിയുടെ ഡ്രസ്സുമായിട്ട് നല്ല മാച്ചിങ്ങും ആണ് മിക്ക ചെടികളും. ആദ്യം കണ്ട ചെത്തിയാണെങ്കിലും ഇപ്പൊ കണ്ട അഡീനിയം ആണെങ്കിലും എല്ലാം ഏതാണ്ട് മാച്ചിങ് ആണ്. ഇതൊരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ. ഇതിനെ കുറിച്ച് ഇവര് തന്നെ പറയും, നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. പൂക്കള് കുറവാണ്, പക്ഷെ അതിന്റെ ഐഡിയ നന്നായിട്ടുണ്ട്. എന്താണ് മാർട്ടി ഇതിന്റെ പ്രത്യേകത? ഇത് ശരിക്കും പറഞ്ഞാല് PVC പൈപ്പിലാണ് ഇത് നമ്മള് ചെയ്തിരിക്കുന്നത്. കയറ് കെട്ടി, അതെ, എന്നിട്ട് കയറ് കെട്ടി എടുത്തിട്ട് അതിലിങ്ങനെ ഫിക്സ് ചെയ്തേക്കാണ്. ശരിക്കും നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് വേറെ ഇതുപോലെ തന്നെ 2-3 ഉണ്ട്. അതിൽ കുറച്ചും കൂടെ പൂക്കളുണ്ട്. ഇതിലിപ്പോ ഒത്തിരി പോവില്ലെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടല്ലേ നിൽക്കണം. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം. അതെ. പൂക്കള് കുറവാണ്. യെല്ലോ വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. യെല്ലോ ഒരു സമയം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അതുപോലെയുള്ള വേറെ ഓർക്കിഡ്സ് കൂടി കാണാം. ഇതില് വലിയ പൂക്കളുണ്ടോ? ഹെൽത്തി ചെടിയാണ്. നല്ല കട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് പൂക്കള് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഉണ്ടായിരുന്നതാണ്, തീർന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട്. ഒരുപാട് ചെടികളിലല്ല കാര്യം, ഇത് അതിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് ഏറ്റവും ഭംഗിയായിരിക്കേണ്ടത് അല്ലെ? അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ചെടികളുടെയും ഒരു വ്യത്യസ്തതയാർന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഈ ചെടിവീടിന്റെ ഭംഗി എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് ഓരോന്നും അതിൻ്റെതായ പൊസിഷനിൽ വാരി വലിച്ചു നടാതെ ഓരോ കുറച്ച് സ്ഥലങ്ങളെ സ്പേസ് ഒക്കെ ഇട്ട് അത് ചെയ്തിരിക്കുന്നതാണ് ഒരു പ്രത്യേകത. പ്രിയനെ, ഇനി ഓർക്കിഡ് പൂക്കൾ കുറവാന്നുള്ളൊരു വിഷമം വേണ്ട. എന്റെ പ്രിയപ്പെട്ട ഒരു ഇനമാണ് കേട്ടോ, മുക്കാറാന്ന് പറഞ്ഞ. ഇത് നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ.
ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താലോലിക്കലൊക്കെ ഉണ്ട് കേട്ടോ. കളർ എന്ത് ഭംഗിയാണല്ലേ, ഇതിന്റെ ഒരു പ്രത്യേക നിറം അല്ലേ, അതെ അതെ നല്ല രസമാണ്. നമുക്കത് ആ കളറിനെ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ ഒരു രീതിയാണല്ലേ. അതെ അതെ അതെ, മഞ്ഞയാണോ ബെയ്ജ് ആണോ എന്ത് കളർ നമുക്ക് പറയാൻ അതിന്റെ പറ്റില്ല. തിക്നെസ് നോക്കി. അതെ അതെ, നല്ല കട്ടിയും ഒക്കെ ആയിട്ട് 2-2.5 മാസത്തോളം ഇപ്പൊ നിൽക്കും കേട്ടോ. ഇതെങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് നല്ല രസമുണ്ടല്ലോ ലിൻസി, എന്താണ് ഇതിന്റെ ഇതൊക്കെ പ്രത്യേകത? അറിയുന്ന ഈ പോത്തോസേ ഇതിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഇത് ഗാർഡനിൽ വന്നപ്പോഴൊന്ന് സെറ്റ് ചെയ്യിച്ചാണ്. ഇത് പൈപ്പ് വാങ്ങിച്ച് കയറ് കെട്ടിച്ച് ഞാൻ ആളോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യണമെന്ന്. എന്നിട്ട് ഇതിന്റെ ഒരു സെറ്റ് ഇവിടെ അവിടെയാണ് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ പിടിപ്പിച്ചു തന്നു. പിന്നെ ഇതിന്റെ എല്ലാ മദർ പ്ലാന്റിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ഇപ്പൊ രണ്ടു വർഷത്തോളം എടുത്തു. പക്ഷെ അങ്ങനെ നല്ല ബുഷായിട്ട് നല്ല ഭംഗിയുണ്ടോ, നിൽക്കുമ്പോ നല്ല ഭംഗിയാണ്. അതെ അതെ, ഈ പോത്തോസ് ഉണ്ടല്ലോ 2 വർഷമായി മദർ പ്ലാന്റ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഗാർഡനർ വന്നപ്പോൾ ഇതൊന്നും അതിലൊരെണ്ണം ഞാൻ സെപ്പറേറ്റ് ചെയ്തു. കാരണം ഇത് നിറയെ നല്ല രസമായിരുന്നേ. ഇത് കട്ട് ചെയ്തൊക്കെ നിർത്തി താഴേക്ക് വീഴാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ചുറ്റി വെക്കും. ഇപ്പൊ പൈപ്പ് അടിച്ച് ഇതിന്റെ എല്ലാം എക്സ്ട്രാ ഒരെണ്ണം കൂടെ വെച്ചു അല്ലേ, നല്ല രസമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പോർഷനും അതുകൊണ്ട് ഒരു പ്രത്യേക. അതെ 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 അതെ. പക്ഷെ എനിക്കൊന്ന് കുറച്ചും കൂടെ ഇത് നല്ല ഇതെല്ലാം തിക്കായിട്ട് വരുമ്പോൾ കുറച്ച് ഭംഗിയാവും. ഇത് രസമാണ്. എല്ലാവരും വരുമ്പോൾ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ്. നനച്ചു കൊടുക്കും, നോർമലായിട്ട് നനച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ തന്നെ. ഇത് രസമാണ് ഇങ്ങനെ വൈറ്റ് പോട്ടിലൊക്കെ ഇരുന്നപ്പോൾ. പോട്ടിന്റെ ഒരു ഭംഗിയുണ്ട് അല്ലേ, നമ്മൾ എന്ത് ചെടികൾ അത് സെറ്റ് ചെയ്യുമ്പോ ഒരു പ്രത്യേക രസമാണ്. പിന്നെ അത് അതിന്റെ പേര് എൻജോയ് പോത്തോസ് കേട്ടോ, ആ രണ്ടാമതിരിക്കണേ. അതിന്റെ ആ ഒരു ലീഫില് നല്ലൊരു ഇതും നല്ല രസമാണ്. നല്ല രാവിലെ ആകുമ്പോഴേ നല്ല ബുഷിയായിട്ട് റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോ കുറച്ച് കുറഞ്ഞു പോയേ. പക്ഷെ നിറയെ ബുഷായിട്ട് നല്ല രാവിലെ നല്ല അതൊന്നും കാണണം കേട്ടോ. വെറുതെ നമ്മൾ ഈ ലീഫിലൊക്കെ ഒന്ന് പിടിച്ചതിന്റെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് എടുത്ത് കളയുമ്പോൾ നല്ല സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ ചെടികളോടുള്ള ഇഷ്ടം ശരിക്കും ആ ഒരു വർത്താനത്തിൽ തന്നെയുണ്ട്. പിന്നെ ഇവിടുത്തെ ചെടികളൊന്നും ഒത്തിരി വിലയുള്ള ചെടികളോ ഒന്നുമല്ല. ഇവിടെ ഒരു കുറച്ച് ഈ ബൊഗൻവില്ലയുടെ സീസൺ കഴിഞ്ഞാൽ കോളാമ്പി, എല്ലാ കോളാമ്പി ഉണ്ട്. അത് ഞാൻ പൈപ്പിനകത്ത് കയറ്റി വെക്കാം, അത് നിറയെ പോവാവും. അങ്ങനെ ഒത്തിരി വേറെ അങ്ങനെ വലിയ വിലയുള്ളതോ ഒന്നുമല്ല. പക്ഷെ നല്ല ബുഷിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പവും കൂടെ നോക്കണമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ചെടികളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. റീനക്ക് ഇങ്ങനെ വന്നപ്പോ അതെ അതെ. ഇതറിയാവോ അവിടുന്ന് കൊണ്ടുവന്ന സ്നേക് പ്ലാന്റ് അല്ലേ? ഇതിന്റെ പ്രത്യേകത അറിയുന്നത്, ഇത് ഞാനേ 1-2 എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോഴേ ഇത് റീസെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിന്റെ തൈ വന്നപ്പോ അങ്ങനെ റീസെറ്റ് അത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൽ 1-2 എടുത്ത് വൈറ്റ് പേബിൾ ഒക്കെ ഇട്ട് ഒരു താരമായി നല്ല ഭംഗിയാണ്. ചെറിയ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴേ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലായിട്ടുണ്ട് ചെറിയ ഇതുണ്ടോ. അതെ, അടുത്ത തൈ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെടുത്ത് റെഡിയാക്കി കൊടുക്കണം. റെഡിയാക്കി ആരെങ്കിലും വരുമ്പോ ഇതുപോലെ അല്ലേ. വളരെ വിശേഷപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇങ്ങനെ ഒരു മരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പ്രേക്ഷകരെയും ഇതൊന്ന് കാണിക്കാൻ ഒരു ആഗ്രഹം തോന്നിയത്. സിന്തോൾ എന്ന് പറയുന്ന ഒരു മരമാണ്. അതിലൊരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട്. ഫ്രൂട്ട് പോരണുള്ളൂ. അതിനെ കുറിച്ച് മാർട്ടിനും ലിൻസിയും കൂടി പറഞ്ഞു തരും. അതിന്റെ പൂക്കൾ അല്ലേ? 4 വർഷത്തെ വളർച്ചയാണ് കാണുന്നത്. പൂക്കളായിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെയല്ല നിറയെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ കുറെ കട്ട് ചെയ്താണ്. റോഡിന്റെ സൈഡൊക്കെ വലിയ പടർന്നു പോകണ്ടല്ലോ. ഇതിലൊരു ജാതിക്കയുടെക്കാളും മുഴുത്ത ഒരു രീതിയിലുള്ള ഒരു ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത്. നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാമ്പെടുത്ത് കഴിക്കാം. ചെറിയൊരു ഇത് എന്നിട്ട് എങ്ങനെയാ അതിന്റെ കഴിക്കുന്നത്? എങ്ങനെയാ കഴിക്കുന്നത്? ഇത് നേരെ വട്ടത്തിൽ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലൊരു കാമ്പ് പോലെ, കൊടംപുളിയൊക്കെ പോലെ. കായല്ല, ഒറ്റ കായാണ്. ഒരു പ്രത്യേക പുളിയും ഒക്കെയുള്ള ടൈപ്പ് ടേസ്റ്റ് ആണ്. നമ്മളങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ ഇത്. ഈ ഒരു പേരാണെങ്കിലും ഒരു പുതുമയുള്ള ഫ്രൂട്ട് പരിചയപ്പെട്ടു എന്തായാലും.
ഇത് റീനായിട്ട് കൊണ്ടുവന്നതാണ്. പനാമയാണ്. അതെ അതെ. ഇതിന്റെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു റീന, അത് പോയതാട്ടോ. പക്ഷെ പെട്ടെന്ന് അങ്ങനെ വെയിലൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു അതങ്ങനെ പോയതാണ്. സ്നേക് പ്ലാന്റ് സാധാരണ സ്നേക് പ്ലാന്റ് ആണ്, പക്ഷെ ഇത് ഒരു ഭയങ്കര വെറൈറ്റി ആണ്. ഇതിന്റെ ഈ ലീഫിന് ഒരു പ്രത്യേകതയാണ്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി ഉള്ള ഒരു സ്ട്രൈപ്സ് ഒക്കെ ഉള്ള ഒരു ടൈപ്പാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. അതെ അതെ. ഇത് ഫിലോഡാൻഡ്രം വെറൈറ്റി ആണ്. നല്ല ഹെൽത്തിയാണ്. അതിന്റെ ലീഫിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതെ. ഇതും അതുപോലെ തന്നെ സ്നേക് പ്ലാന്റ് തന്നെയാണ്. ഇതും നല്ല അല്ലേ, നല്ല രസമുള്ള ലീഫിന്റെ ഒരു പ്രത്യേകതയാണ്. അതെ അതെ, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതറിയാലോ, അതിന്റെ കളർ കോമ്പിനേഷൻ ഒരു പ്രത്യേകതയാണ് അല്ലേ. ആ, റബ്ബർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ്. ശരിക്കും റബ്ബർ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അവിടുന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഇതിവിടെ വരുന്നവര്, ഇന്നാള് ഞാൻ വന്നപ്പോ ജിൻസി എന്നോട് പറഞ്ഞു, ഇവിടെ വരുന്നവരെല്ലാരും ഇത് പ്ലാസ്റ്റിക് അല്ലേ എന്ന് ചോദിച്ചത് അല്ലേ. ശരിക്കും ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ചെടിയാണ്. പക്ഷെ ഇത് ഇപ്പോഴും ഒരു ഭയങ്കര ട്രെൻഡിങ് ആയി വന്നിരിക്കുകയാണ്. കാരണം ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ സിറ്റ് ഔട്ടിലോ കാർ പോർച്ചിലോ ഒക്കെ വെച്ചാലും ഇവർക്ക് ഒരു പ്രശ്നമില്ല. വെയിൽ കൊണ്ടാലും പ്രശ്നമില്ല. ഇത് അങ്ങനെ നശിച്ചു പോയില്ല. ഈ പെബിൾസ് ഒക്കെ ഇട്ട് നല്ലൊരു പോട്ടിൽ വെച്ചപ്പോൾ അത് കൂടുതൽ ഭംഗിയായി അല്ലേ. നല്ല രസമാണ് ഇത് കാണാൻ. ഇതിന്റെ കളർ അല്ലേ. അതെ അതെ, കോമ്പിനേഷൻ ശരിക്കും ശരി. ഞാനൊരു 4 ചട്ടിയിലേക്ക് ഇത് പകർത്തി വെച്ചിട്ടുണ്ട്. 2 ഓരോ പ്രാവശ്യം ഞാൻ ഇതാവുമ്പോഴ് ചട്ടിലേക്കൊക്കെ മാറ്റി സെറ്റ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത് തന്നെ ഒന്ന് സെറ്റ് ചെയ്താലോന്ന് നിറച്ചിങ്ങനെ വന്നാലും നല്ല ഭംഗിയാണ് അല്ലെ. ശരിക്കും ഇങ്ങനെ പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ കോമ്പിനേഷനുകൾ. ശരിക്കും അല്ലെ, നമ്മുടെ ഡ്രസ്സിലൊക്കെ പ്രകൃതിയിൽ നിന്നുള്ള കളറാണ്. പച്ചയും മഞ്ഞയും സാരി ആണെങ്കിലും സൽവാർ ആണെങ്കിലും പ്രത്യേകം. തീർച്ചയായിട്ടും നല്ല കോമ്പിനേഷൻ ആണ്. ഇത് കലാത്തിയുടെയാണ്, പിൻസ്ട്രിപ്പ് കലാത്തിയ. പക്ഷെ പിൻസ്ട്രിപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്, വെയിലാകുമ്പോഴേക്കും ഒട്ടും വെയിലടിക്കാൻ പറ്റില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലടിക്കുന്ന സ്ഥലമല്ലേ. നേരെ അങ്ങോട്ടേക്ക് അതിന്റെ ഒന്ന് പ്ലേസ് ചേഞ്ച് ചെയ്താൽ മതി, വെയിൽ കൊള്ളാതെ. വന്നത് കട്ട് ചെയ്യുവേ, ഒട്ടും വെയിൽ വേണ്ട. കാര്യം നല്ല കോമ്പിനേഷൻ ഒക്കെയാണ്. അതെ അതെ, നല്ല രസമാണ്. അതെ അതെ. ഇതും അതുപോലെ തന്നെയുള്ള ഒരു അഗ്ലോണിമയാണ്. അഗ്ലോണിമ ഇതൊക്കെ നമ്മളുടെ കാട്ടിലും ഒക്കെ വളർന്ന ഇതിനെയൊക്കെ ഒന്ന് പരിപാലിച്ച് അതെ അതെ, നല്ല രസമാണ് കാണാൻ. ഇത് അതുപോലെ തന്നെ അരേലിയുടെ ഏറ്റവും മിനിയേച്ചർ എന്ന് പറയാം. അതായത് ഒട്ടും തന്നെ ഇതിന്റെ ലീഫ് വലുതാവില്ല. ഇതിന്റെ ഒരു 6-7 ടൈപ്പ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. ചെറിയ ലീഫ്, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലുത് അങ്ങനെ. നല്ല എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമുള്ള അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. 2 എണ്ണത്തിനകത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതെ അതെ. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. എന്തൊരു ഭംഗിയാന്ന് പറയാറുണ്ട്. ഇതിന്റെ ആ ഒരു നിയോൺ കളറേ നല്ല രസമാണല്ലോ, നല്ല ഭംഗിയാണ്. ഇത് നമുക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പോയാൽ. ഇത് അന്ന് റീന പറഞ്ഞപ്പോഴാട്ടോ അതിനെ അത്ര പേര് എനിക്ക് നോർമൽ ആയിട്ടുള്ള ചിന്ത. പക്ഷെ ഈ കളറിന് ഒരു നല്ല പ്രത്യേകതയല്ലേ, ഈ ഒരു ഗ്രീൻ ഒരു പ്രത്യേകതയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊരു ഡബിൾ ഷെയ്ഡ് കേട്ടോ. അതിന്റെ ആ ഒരു ലൈറ്റ് റോസ് വൈറ്റ് അതങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോ രസമാണ്. നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. പൂ പോയതാട്ടോ റീന. കാരണം ഇപ്പൊ ഒരു അതൊക്കെയായിരുന്നു. ഒരു ജാനുവരി മാസം ഒരു പകുതി മുതൽ ഫെബ്രുവരി, ജനുവരി മാസം ഫുള്ള് നിറച്ചുണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ രണ്ടും കൂടിയുള്ള മിക്സ്. അതെ അതെ അതെ, വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട്. ഇവിടെയൊക്കെ വൈറ്റും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. നോക്കിയത് ഇങ്ങനെ കട്ട പിടിച്ച് അല്ലേ, നല്ല ഭംഗിയായിട്ട് ഒക്കെ നോക്കി കളറാണല്ലേ. നല്ലൊരു മജന്ത കളർ. മജന്ത കളർ. ഇത് ഹൈബ്രിഡ്
ഇതിന്റെ കളർ നോക്കിയ ഒരു അല്ലേ നല്ലൊരു നല്ല ഭംഗിയാണ്. ശരിക്കും ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. അതിന്റെ ലീഫ് കണ്ട വളരെ ചെറുതുമാണ്. ഫ്ലവറിന് നമ്മുടെ സാധാരണ ഉള്ള പൂവിന്റെ അത്രയും വീതി വലിപ്പമില്ല. ഇവരിങ്ങനെ നാരോ ആയിട്ടുള്ള ഒരു പെറ്റൽസ് ഉള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കളറിന് ഒരു പ്രത്യേക എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല നന്നായിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത് നമുക്ക് ബൊഗൻവില്ലുകളിൽ തൊടാൻ പറ്റില്ല, ഇപ്പോഴത്തേനും മുള്ളില്ല. കാരണം ഹൈബ്രിഡിനൊന്നും തന്നെ മുള്ളുണ്ടാവില്ല. ശരിക്കും ഇപ്പൊ ആദ്യം ഒരു നമ്മളെ മുല്ലപ്പൂ പോലുള്ളത് കണ്ടില്ല, മൈസൂർ ജാസ്മിൻ, അത് ഇതുപോലെയാണ്. രാത്രി ആയാലും നമ്മൾക്ക് ഭയങ്കര അട്രാക്ഷൻ. അതുപോലെ തന്നെയാണ് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ബൊഗൻവില്ല ആണെങ്കിൽ അതിലൊക്കെ എന്റെ ഒരു പിങ്ക് കയറി വന്നേക്ക് കേട്ടോ. ഇത് ശരിക്കും വൈറ്റ് തന്നെ ആയിരുന്നു. പക്ഷെ ഈ ഒരു പിങ്ക് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുപാടൊക്കെ പിങ്ക് പൂക്കളൊക്കെ ആവുമ്പോൾ അതിലേക്ക് ഇങ്ങനെ പരാഗണം നടത്തി അങ്ങനെ ഒരു കളറ് ചേഞ്ച് വരുന്നതാണ്. അപ്പൊ അവിടെ കണ്ടില്ല 6 കളർ മേടിച്ചിട്ട് ഇപ്പൊ 7 കളർ. ഈ സിസി പ്ലാന്റ് വാഷ് ബേസിനോട് പ്രത്യേക രസമുണ്ട്. അത് മാത്രമല്ല പെബിൾസും ഒക്കെ ഇട്ടപ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലെ. ശരിക്കും വാഷ് ബേസിനിലൊക്കെ വെക്കാൻ പറ്റും. സ്നേക്ക് പ്ലാന്റും അതുപോലെ വെക്കാം. പിന്നെ ബാംബൂസ് വെക്കാം. സ്നേക്ക് ഇതുപോലെ ഈ സിസിയുടെ തന്നെ ബ്ലാക്കും ഉണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. കൊള്ളാം. ഏതായാലും നന്നായിട്ടുണ്ട് അല്ലേ. ഇത് മണി പ്ലാന്റ് കേട്ടോ. ഇത് വെറുതെ ലീഫ് കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇന്ന് വെച്ചേക്കുന്നതാണ്. കാണാൻ ഒരു ഭംഗിയില്ലേ. അത് വെറുതെ ഒരു എന്താ പറയുന്ന ഇവിടെ വെറുതെ ഒരു പൊട്ട് കിടന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തിക്കായിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ലീഫ് ഇതിനകത്തിട്ട് വെച്ച്. അപ്പോൾ ഇത് കാണാൻ ഭംഗി. അപ്പോൾ 1-2 പേർക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ചെടി വീടും അതുപോലെ ഈ ചെടിക്കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ശരിക്കും പുതിയകാവുകാർക്ക് അഭിമാനിക്കാൻ തക്കതായ ഒരു ചെടി വീട് തന്നെയാണ് ഇത്. ഇത് ശരിക്കും മെയിൻ റോഡിന്റെ സൈഡിലല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടുമില്ല. എന്നാൽ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമാണ് ക്രേസി ഗാർഡനിങ് നിങ്ങൾക്കായിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ ഈ ചാനലിനെ കുറിച്ചും ഒക്കെ ലിൻസിക്ക് എന്താ പറയാനുള്ളത് കൂടി നോക്കാം. ഞാനെല്ലാം കാണുന്നുണ്ട്, നിങ്ങളെല്ലാം ഇത് കാണാറുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിറയെ ലീഫും ഒക്കെ നമ്മളിപ്പോ ഇഷ്ടമുള്ളത് എന്താ പറയുക അവിടെ ഒന്ന് പതിയെ നോക്കും. പിന്നെ മാറ്റിനോട് പറഞ്ഞു വിടും, അതൊന്ന് കുറച്ച് കൊണ്ട് ഞാൻ പറയും, അങ്ങനെ മാറ്റം കൊണ്ടുവരും. പിന്നെ അതിനെ ഞാനൊരു വൈറ്റ് ബോർഡിലോട്ടൊക്കെ സെറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാനിപ്പോ എവിടെ ചെന്നാലും പറയാം ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്. അപ്പൊ റീന ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ചുമ്മാ മാറ്റിനോട് പറഞ്ഞു, മാറ്റിനെ ഇവിടെയൊക്കെ ഒന്ന് റീന എടുക്കാൻ പറയട്ടെ, ഏറ്റവും കാടൻ കുഞ്ഞിന് കാട കാണേ എന്നൊക്കെ ഞാൻ വെറുതെ പറയാ. എന്തായാലും അന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനിവിടെ വന്നപ്പോഴാണ് ഇത്രയും പൂക്കൾ ഇവിടെ നിൽക്കണ കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു അടുത്ത് തന്നെ വന്നിട്ടേ കാര്യമുള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഇനിയും നമുക്ക് കാണാം. ചാനലിലും അല്ലെ, ചാനലിനെ കുറിച്ചും ഒക്കെ എല്ലാവരോടും പറയാം. തീർച്ചയായിട്ടും പറയാറുണ്ട്. തീർച്ചയായിട്ടും പറയാറുണ്ട്. പിന്നെ നിങ്ങളുടെ അവതരണം ഒക്കെ മലയാളം ടീച്ചർ ആയതുകൊണ്ടായിരിക്കാമല്ലോ വല്ല സ്ഫുടതയോടുകൂടി. ഞാൻ മാറ്റോടത് പറയാറുണ്ട്. മലയാളത്തിന്റെ ആ ഒരു രണ്ടുപേരും മലയാളം ക്ലാസ്സിലും അതെ അതെ ഭംഗി മുഴുവൻ എന്താ പറയുക ആവാഹിച്ചാണ് അത് പറയുന്നത്. ഞാനിങ്ങനെ പറയാറുണ്ട് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ഈ ചാനൽ എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാം. അപ്പം തീർച്ചയായിട്ടും എന്നെ അറിയുന്ന ഫ്രണ്ട്സിനും ഞാനിപ്പോ അയച്ചു കൊടുക്കും. കൂടുതൽ ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്തോളും. അങ്ങനെ തീർച്ചയായിട്ടും. നീ എങ്ങനെയാണ് ഈ ജോലിയും ഇതൊക്കെ? ശരിയാട്ടോ, തീർച്ചയായിട്ടും ജോലിയാണ് നമ്മുടെ ഏറ്റവും വലിയത്. പക്ഷെ ഇതിനോടൊപ്പം ചെടികളെ അങ്ങനെ തന്നെ ആവട്ടെ. നമുക്കിപ്പോ എന്തെങ്കിലും ഇഷ്ടമുള്ളതിനെ നമ്മള് അതിനെ പരിപാലിക്കുക, ഒരു മനസ്സിൽ സന്തോഷം ഉണ്ടാവുക, അതൊരു വലിയ കാര്യം തന്നെ ആവട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത വീഡിയോയില് നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ടാറ്റാ.